രൂപത്തിലും ഭാവത്തിലും സംഭാഷണത്തിലും ഒറ്റ നോട്ടത്തിൽ ആകർഷണീയമായി ഒന്നുമില്ല. അങ്ങനെയാണെങ്കിലും ആ മനുഷ്യനെ കേൾക്കാൻ ജനം ഒഴുകിയെത്തി. ആ വാക്കുകൾ ഇടിമുഴക്കത്തെ തോൽപ്പിക്കുന്ന കരഘോഷത്തോടെ അവർ ഏറ്റുവാങ്ങി. അദ്ദേഹത്തിൻ്റെ രക്തത്തിനു വേണ്ടി കൊതിച്ചിരുന്നവരും അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് ആഗ്രഹിച്ചിരുന്നവരും ആ ജനപ്രീതി കണ്ട് അന്തം വിട്ടു. അതായിരുന്നു VS അച്യുതാനന്ദൻ എന്ന സഖാവ് VS. വെട്ടിനിരത്തൽ കാലത്ത് വെറുക്കപ്പെട്ട സഖാവായി ചിത്രീകരിക്കപ്പെട്ട VS ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ നേതാവായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. നിലപാടുകളിലെ വിട്ടുവീഴ്ചയില്ലായ്മയും അഴിമതിയുടെ കറപുരളാത്ത സംശുപ്ത രാഷ്ട്രീയ ജീവിതവുമാണ് VSന്റെ ജനപ്രീതിക്ക് കാരണം. ഇന്ത്യയിലെ CPM നേതാക്കളിൽ ഏറ്റവും തലമുതിർന്ന ആളായിരുന്നു VS. 1964 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന CPM രൂപവൽക്കരിച്ച 32 പേരിൽ ഒരാൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നീട് എന്തുണ്ടായാലും അതിൽ നിന്ന് പിന്നോക്കം പോകുന്ന പ്രശ്നമേയില്ല. അതാണ് പാർട്ടിയുടെ ശക്തി. എന്നാൽ VSന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരിക്കലെടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോകേണ്ടി വന്നു. ഒന്നല്ല 2 തവണ. VS എന്ന വലിയ മനുഷ്യന്റെ ജനപിന്തുണ കണ്ടാണ് CPM ഉറച്ച തീരുമാനം മാറ്റിയത്. 2006 തെരഞ്ഞെടുപ്പിൽ VS മത്സരിക്കേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചു. ചെറിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു തന്നെയായിരുന്നു ആ തീരുമാനമെടുത്തതും. പക്ഷേ പാർട്ടി പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു പ്രതിഷേധങ്ങൾ. മുദ്രാവാക്യം വിളികളുമായി AKG സെന്ററിന് മുന്നിലേക്ക് വരെ പ്രതിഷേധക്കാർ എത്തി. ഇതിനൊപ്പം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധം ആളിക്കത്തി. ഒരു വേള പാർട്ടി പിളരുമെന്ന ഘട്ടം വരെ എത്തി. അതോടെ PB ഇടപെടലുണ്ടായി. VSനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. വൻ ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി സംസ്ഥാനത്ത് ജയിച്ചു കയറി. VS തന്നെയാവും മുഖ്യമന്ത്രി എന്ന് എല്ലാവരും ഉറപ്പിച്ചു. പക്ഷേ പാർട്ടിക്ക് VSനെ മുഖ്യമന്ത്രിയാക്കാൻ താല്പര്യം അത്ര പോരാ. പാലോളി മുഹമ്മദ് കുട്ടിയെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചത്. അപ്പോഴും PB ഇടപെടലുണ്ടായി. അങ്ങനെ VS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. പക്ഷേ ആഭ്യന്തര വകുപ്പ് നൽകിയില്ല. അന്ന് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ആഭ്യന്തരം കൈകാര്യം ചെയ്തത്. പാർട്ടിയും സർക്കാരും 2 ധ്രുവങ്ങളിൽ നിന്ന കാലമായിരുന്നു അത്. ഭരണത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചു. പാർട്ടിക്ക് നിയന്ത്രണമില്ലാത്ത മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിക്ക് നിയന്ത്രണമില്ലാത്ത പാർട്ടി മന്ത്രിമാരും എന്നതായിരുന്നു അന്നത്തെ സ്ഥിതി. മൂന്നാർ, ലോട്ടറി മാഫിയ തുടങ്ങിയ വിവാദ വിഷയങ്ങളിൽ VS ജനപ്രീതി നേടിയെങ്കിലും വികസനത്തിന്റെ കാര്യത്തിൽ ഒരു കുതിച്ചുചാട്ടം നടത്താനൊന്നും അദ്ദേഹത്തിനായില്ല. അതിന് കഴിയാത്തത് പാർട്ടിയുടെ നീരാളിപ്പിടുത്തമായിരുന്നു എന്നതായിരുന്നു സത്യം. 2011 തെരഞ്ഞെടുപ്പിലും ചരിത്രം ആവർത്തിച്ചു. VS മത്സരിക്കേണ്ടതില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. അപ്പോഴും പ്രതിഷേധമുയർന്നു. പക്ഷേ ഇത്തവണ മറ്റൊന്നുകൂടി സംഭവിച്ചു. VSനെ മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിനൊപ്പം പരസ്യമായി നിന്ന ചില പാർട്ടി ഭാരവാഹികൾ VS മത്സരിച്ചില്ലെങ്കിൽ പാർട്ടി സംസ്ഥാനത്ത് ദയനീയമായി പരാജയപ്പെടുമെന്ന് PBയെ രഹസ്യമായി അറിയിച്ചു. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ PB VS മത്സരിക്കട്ടെ എന്ന് തീരുമാനമെടുത്തു. മുൻപത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. 72 സീറ്റ് നേടി UDF ഭരണത്തിലെത്തിയെങ്കിലും 68 സീറ്റ് നേടി കട്ടയ്ക്ക് നിൽക്കാൻ LDFനെ സഹായിച്ചത് VS ആയിരുന്നു. VSന് ഭരണ തുടർച്ച ലഭിക്കാതിരിക്കാൻ പാർട്ടി പല സീറ്റുകളിലും തോറ്റുകൊടുത്തതാണെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. തുടർന്നങ്ങോട്ട് പാർട്ടിയുമായി VS ഏറെ അകന്നു. TP ചന്ദ്രശേഖരൻ വധമായിരുന്നു അതിന് പ്രധാന കാരണം. കൊലപാതകത്തെ തുടർന്ന് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് പാർട്ടിക്കെതിരെ VS എടുത്തത്. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹം TPയുടെ വിധവ രമയെ കാണാൻ പോയത് പാർട്ടിക്കുള്ളിലും പുറത്തും ഏറെ ചർച്ച ചെയ്യപ്പെടുകയും വിവാദമാവുകയും ചെയ്തു. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇത് വ്യക്തമായി പ്രതിഫലിക്കുകയും ചെയ്തു. ആലപ്പുഴയിൽ നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനം VS ബഹിഷ്കരിച്ചതേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു സംഭവമായിരുന്നു. സമ്മേളനത്തിൽ അദ്ദേഹത്തിനെതിരെ കുറ്റവിചാരണ നടത്തി. VS പക്ഷക്കാരായ പലരെയും സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. VS പാർട്ടിക്ക് പുറത്തേക്കെന്ന് വരെ തോന്നിച്ച ഘട്ടമായിരുന്നു അത്. എന്നാൽ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന VSനെയാണ് പിന്നീട് കണ്ടത്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അരയും തലയും മുറുക്കി പാർട്ടിയെ ജയിപ്പിക്കാൻ അദ്ദേഹം രംഗത്തിറങ്ങി. പാർട്ടിയിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയാണ് VS പാർട്ടിക്ക് വഴങ്ങിയത് എന്നുവരെ വിമർശനം ഉയർന്നു.
പിണറായി വിജയൻ ആദ്യ മുഖ്യമന്ത്രിയായ തെരഞ്ഞെടുപ്പായിരുന്നു VSന്റെ അവസാന തെരഞ്ഞെടുപ്പ്. അന്നും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ അദ്ദേഹം വിജയിച്ചു. ഒരു വേള മുഖ്യമന്ത്രിയാകുമോ എന്ന് തോന്നിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം പിണറായിക്ക് വേണ്ടി വഴിമാറിക്കൊടുത്തു. ഭരണപരിഷ്കാര കമ്മിറ്റി അധ്യക്ഷനെന്ന അധികാരമൊന്നുമില്ലാത്ത പദവിയിൽ പാർട്ടി അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചു. നിരവധി റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിച്ചെങ്കിലും അതിലൊന്നുപോലും നടപ്പാക്കാൻ സർക്കാർ സൗമനസ്യം കാട്ടിയില്ല. പക്ഷേ അതിലൊന്നിലും അദ്ദേഹത്തിന് പരിഭവമേ ഇല്ലായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഒരു യുഗമായിരുന്നു VS. ആ യുഗം അവസാനിക്കുമ്പോൾ കാലം ഒരു നിമിഷമെങ്കിലും നിശ്ചലമാകുന്നു. ആ സമരവീര്യത്തിന്റെ ആവേശം വാരി വിതറി തങ്കലിപികളിൽ എഴുതപ്പെട്ട കേരളത്തിന്റെ ചരിത്രമായി VS ഇനി മാറും.